പ്രചരണം ഇപ്പോൾ ഇത്രയും ദിവസമായല്ലോ, ആത്മവിശ്വാസം കൂട്ടിയ ഒരു ഘടകം ഏതാണ്? ജനപിന്തുണ. ജനങ്ങളെ പിന്തുണ, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണ തന്നെ ഏറ്റവും കൂടുതൽ ആവേശം. ഞങ്ങൾ പൾസ് തൊട്ട് പറയാണ്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇവിടെ ജയിക്കേണ്ടുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് എല്ലാ തട്ടിലുമുള്ള ആളുകൾക്ക്. അതല്ലാത്തൊരു ഭരണം ഈ കേരളത്തിൽ നടന്നു പോവില്ല എന്ന് സാധാരണക്കാരൻ്റെ മനസ്സിൽ ഉറച്ച അഭിപ്രായം ഉണ്ടെന്ന് ഞങ്ങൾ തൊട്ടറിഞ്ഞവരാണ്. ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല, ഞങ്ങൾക്കൊരു പേടിയില്ല. SDP പോലെയുള്ള ഒരു സംഘടനയുടെ പിന്തുണ കഴിഞ്ഞ ദിവസം അവർ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. മതേതരത്വത്തിനെതിരെ ശക്തമായ സന്ദേശം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം SDPI പോലുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയുടെ പിന്തുണ അഭികാമ്യമാണ്. അല്ല, ഞങ്ങളത് സ്വീകരിച്ചു നിങ്ങളുടെയൊക്കെ പറഞ്ഞോ? നിങ്ങളെയൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച് ചോദിച്ചിട്ടല്ലല്ലോ. നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഞങ്ങൾ ആരോടെങ്കിലും ചോദിച്ചോ? നിങ്ങൾ ആരോടും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഇലക്ഷന് ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും. ഏത് സ്ഥാനാർത്ഥിയും വോട്ട് വാങ്ങും. ഞങ്ങൾ തമ്മിൽ സഖ്യം നടത്തിയിട്ടില്ല, ചർച്ച പോലും നടത്തിയിട്ടില്ല. പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുമില്ല. പിന്നെ ആർക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം. കാരണം അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മിടുക്കാണ്, ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ്. അംഗീകാരമെന്നല്ല, അവർക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് തോന്നിയാൽ ഞങ്ങൾക്ക് അതിനകത്ത് തർക്കമില്ല. അവർ വോട്ട് ചെയ്യും. നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുന്നത്? ഞങ്ങൾ ചോദിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ തീരുമാനങ്ങൾ വോട്ടർമാരെടുക്കുമ്പോൾ ആ വോട്ടർമാരുടെ തീരുമാനത്തോടൊപ്പം പാർട്ടി നിൽക്കും. സ്വാഭാവികം. എന്തിനാ ഞങ്ങൾ പറയുന്നത്? പിന്തുണ വേണ്ട എന്ന് ഏതെങ്കിലും സ്ഥാനാർത്ഥി പറയുമോ? ഞാൻ പറയുമോ? കൊന്നിട്ടാ പറയില്ല. എൻ്റെ രാഷ്ട്രീയ എതിരാളികളാ CPM-കാർ. CPM-കാർ എനിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല. എനിക്ക് വോട്ട് ചെയ്യണം, വോട്ട് കിട്ടണം. SDPI പോലുള്ള പാർട്ടി ഈ രാജ്യത്തല്ലേ നിൽക്കുന്നത്, ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത്. അവർക്കെന്താണ്? അവർക്ക് അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുമായിട്ട് അവർ പോയിക്കോട്ടെ. നമുക്ക് നമ്മളെ കാഴ്ചപ്പാടുണ്ട്. കാഴ്ചപ്പാടിൽ ഞങ്ങൾ പോകും. അവർ എഴുതുന്ന കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലിയറായിട്ട്. നിങ്ങൾ അടിച്ചേൽപ്പിക്കണ്ട ഞങ്ങളുടെ കാര്യം കേട്ടോ, അനുസരിക്കണ്ട. ഈ കണ്ണൂർ സർവകലാശാലയിൽ ഇപ്പോൾ ഒരു വിവാദം വരികയാണല്ലോ. കോൺഗ്രസിന്റെയും RSSന്റെയും ഒക്കെ നേതാക്കളാണ് ഈ സെനറ്റിലേക്ക് വന്നിട്ടുള്ളത്. കോൺഗ്രസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലിസ്റ്റ് കൊടുക്കുമോ? ഞങ്ങൾ ഇന്നുവരെ ഒരു ലിസ്റ്റും ഞങ്ങൾ കൊടുത്തിട്ട് DC പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു. കണ്ണൂരിൽ ലിസ്റ്റ് കൊടുത്തു അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പത്രത്തിൽ വാർത്ത വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. CPM-കാരുണ്ട് അതിനകത്ത്. പിന്നെ ആരും CPM-കാരില്ല. അതുകൊണ്ടെന്താ CPM-കാരെങ്ങനെയാ വന്നത്? CPM-കാരെങ്ങനെയാ വന്നത്? ആ ഗവർണറെ വിളിച്ചു ചോദിക്കും. നല്ല മനുഷ്യനല്ല ഗവർണർ. നമുക്ക് നിർത്തിക്കൂടെ? ചായ വേണോ? ചായ വേണം? വേമ്പറി കൊടുക്കുന്നില്ല. ഓക്കെ.